വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ടോ വീഡിയോസ് ചെയ്തിട്ട്, ലോങ് വീഡിയോ ആണെങ്കിലും ഷോർട്ട് വീഡിയോ ആണെങ്കിലും ചെയ്തിട്ട് ഒരുപാട് ദിവസമായി, ഒരു 10-11 ദിവസമായിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ലാസ്റ്റ് വീഡിയോ ഞാൻ ഇട്ടത് മക്കൾക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതായിരുന്നു. അതിനുശേഷം പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പോലും പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ വേറൊരു അവസ്ഥയിലായിരുന്നു. കാരണം മക്കൾക്ക് പനി ഓക്കെ, നോർമൽ വൈറൽ ഫീവർ ആയിട്ട് നമ്മളിവിടെ ഇടവണ്ണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതായിരുന്നു. അപ്പോൾ ഒരാളെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കിച്ചു അമ്പാടിയും വീട്ടിലായിരുന്നു. സച്ചുവിനായിരുന്നു പനി കുറച്ച് കൂടിയിട്ട് നമ്മൾ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2-3 ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ, ഒരു 5 ദിവസത്തെ ഇഞ്ചക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഒരു 3ാമത്തെ ഡേ ഒക്കെ ആയപ്പോഴത്തേക്കിനാണ് എന്താ പറയുക, നമ്മുടെ ലൈഫ് ശരിക്കും അവിടെ മാറി മറിഞ്ഞത് കേട്ടോ. എന്താന്ന് ചോദിച്ചാൽ, എൻ്റെ അച്ഛന് സുഖമില്ലാതെയായി, സ്ട്രോക്ക് വന്നു. അപ്പോൾ അച്ഛന്, നിങ്ങൾ കഴിഞ്ഞൊരു ലോങ് വീഡിയോയിൽ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ഇവിടെ വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഒരാഴ്ച മുന്നെയാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് രാവിലെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു കേട്ടോ. ഏട്ടനാണെങ്കിൽ ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങി തന്നിട്ട് വീട്ടിലേക്ക് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ ഏട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. അപ്പോഴാണ് എൻ്റെ കുട്ടിച്ചൻ്റെ മോനെ വിളിച്ചിട്ട് പറയണത്, ചേച്ചി വല്യച്ഛന് സുഖമില്ലാതെയായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, മഞ്ചേരി കൊണ്ടുപോയപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്ന് പറഞ്ഞു. പിന്നെ ഉള്ള കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടായതൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം ഫോൺ എടുത്തിട്ട് എനിക്ക് ഏട്ടനെ വിളിക്കാൻ പറ്റുന്നില്ല, വീട്ടിലാണെങ്കിൽ അറിഞ്ഞിട്ടില്ല, എൻ്റെ അമ്മയും ഒന്നും ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം അച്ഛൻ പണിക്ക് പോയതല്ലേ. അവിടെ നിന്നാണ് ഒരു വശം, വലത്തെ വശം മൊത്തം അങ്ങോട്ട് കുഴഞ്ഞു പോയത് അച്ഛന്. അപ്പോൾ പണിയെടുക്കുന്ന അവിടെയുള്ള നമ്മുടെ അച്ഛൻ്റെ കൂടെ 2 പേരാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. അപ്പോൾ അവർ കറക്റ്റ് സമയത്ത് എത്തിച്ചപ്പോൾ, എന്താ പറയുക, മഞ്ചേരി എത്തിച്ചപ്പോൾ നമ്മുടെ സ്ട്രോക്കിൻ്റെ ഇഞ്ചക്ഷൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് അവർ എത്തിച്ചു. പിന്നെയാണ് ഞങ്ങൾക്കുള്ള വിവരങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അച്ഛൻ്റെ അനിയന് ബസ്സിന് കോഴിക്കോട്ടേക്ക് പോയിട്ടുണ്ട്. മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് അച്ഛൻ്റെ അനിയൻ ബസ്സിൽ കയറി. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഏട്ടനെ വിളിച്ചു, ഏട്ടനെ അനിയത്തിൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ സച്ചുട്ടൻ്റെ അടുത്ത് ഒരാൾ വേണമല്ലോ. അപ്പോൾ ഏട്ടൻ്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലേക്ക് വന്നു. പിന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തുന്നത് വരെ ഞാൻ എന്താ പറയുക, നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് വേണ്ടാത്ത ചിന്തകൾ നമ്മളെ തലയിൽ കൂടെ ഇങ്ങനെ ഓടി വരുമല്ലോ അല്ലേ. ഹോസ്പിറ്റലിൽ എത്തുന്ന വരെ എനിക്ക് സത്യം പറയാലോ, ഞാൻ പ്രഷറും ഷുഗറൊക്കെ കുറഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ. കാരണം എന്താ അച്ഛന് പറ്റിയത്, തലേദിവസം കൂടെ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞതാണ്, നാളെ പണി കഴിഞ്ഞിട്ട് ഞാൻ കുട്ടീനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞ ആളാണ്. രാവിലെ ഒരു 8-9 മണിയൊക്കെ ആയപ്പോഴാണ് ഈ സംഭവം. അമ്മേനെ വിളിക്കാനും വയ്യ, അമ്മ അറിഞ്ഞിട്ടുമില്ല. ഞാൻ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മ അതിലേറെ ഷോക്കായിരിക്കും. അനിയത്തിമാരും അറിഞ്ഞിട്ടില്ല, എന്നെയാണ് അവർ വിളിച്ച് പറഞ്ഞത്. പിന്നെ ഞാനും ഏട്ടനും അനിയത്തിയുടെ ഹസ്ബൻഡും കൂടെ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോൾ സ്ട്രോക്ക് ICUലാണ് ആൾ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ എന്നെ ഉള്ളിലേക്ക് ICUലേക്ക് കയറ്റി വിട്ടു കേട്ടോ. ഞാൻ ICUലേക്ക് കയറി കഴിഞ്ഞപ്പോൾ സത്യം പറയല്ലോ, ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് ഒരു കാര്യത്തിന് പോകുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ മെഡിക്കൽ കോളേജിൽ കേൾക്കുക എന്നല്ലാതെ എനിക്ക് ഇതുവരെ ദൈവം സഹായിച്ചിട്ട് അങ്ങോട്ട് പോകേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. അവിടെ എത്തി കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒന്നും കൂടെ ടെൻഷൻ ആവില്ലേ. എന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒറ്റയ്ക്ക് ICUവിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയപ്പോൾ അതിലുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരു 5-6 ആൾക്കാർ സ്ട്രോക്ക് വന്നിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്ട്രോക്ക് വന്നിട്ട് അച്ഛൻ ഏത് അവസ്ഥയിലാണെന്നുള്ളൊരു ടെൻഷനായിരുന്നു കേട്ടോ എനിക്ക് അച്ഛനെ കാണുന്നവരെ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അച്ഛൻ എന്താ പറയുക, കണ്ണോ തുറന്നിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ എങ്ങനെയാണ് വന്നത് ചോദിച്ചു. അപ്പോൾ അച്ഛൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വന്നു, ഏട്ടന്മാരെ കൂടെ വന്നു, എന്താ അച്ഛന് പറ്റിയേ, അച്ഛൻ മരുന്ന് കുടിച്ചില്ല രാവിലെ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ജസ്റ്റ് തലയും കൊണ്ട് അച്ഛനൊന്ന് കാണിച്ചു. പിന്നെ അച്ഛൻ്റെ കണ്ണിലും വെള്ളം നിറഞ്ഞു. എനിക്കും സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാൻ പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ശരിക്കും ഞാൻ പൊട്ടിക്കരഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ അച്ഛനെ ആ ഒരു അവസ്ഥയിൽ കാണുക എന്ന് പറയുന്നത്, ഞാൻ എന്താ പറയുക, നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് നമ്മളെങ്ങനെ മക്കൾ ജീവിച്ചിരിക്കുക അല്ലേ. അപ്പം ഏട്ടനും അച്ഛൻ്റെ അനിയനും എല്ലാവരും സമാധാനപ്പെടുത്തി കേട്ടോ. ഒരു കുഴപ്പമില്ല, സംസാരിക്കുന്നുണ്ടല്ലോ. കൈയും കാലും ഒരു വശം ഇങ്ങനെ ജസ്റ്റ് അച്ഛൻ ശരിക്കും തളർന്നിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂറിൻ്റെ മുന്നേ അവർ അവിടെ എത്തിച്ചതുകൊണ്ട്, അച്ഛന് ഇഞ്ചക്ഷനും കാര്യങ്ങളും എടുത്തതുകൊണ്ട് അത്രയും താങ്ക്സ് അവരോടുണ്ട് കേട്ടോ. ഞങ്ങളെ എന്താ പറയുക, അച്ഛൻ്റെ മക്കളെയോ അല്ലെങ്കിൽ അച്ഛൻ്റെ ബാക്കിയുള്ള റിലേറ്റീവ്സിനെ ഒന്നും അവർ വെയിറ്റ് ചെയ്തില്ല. അച്ഛൻ്റെ കൂടെയുള്ള ആൾക്കാർ അവർ ആംബുലൻസ് വിളിച്ചിട്ട്, അവർ കരുവാരക്കുണ്ടിലായിരുന്നു അവർക്ക് പണി ഉണ്ടായിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ ഓട്ടോ വിളിച്ച് പോയപ്പോൾ അവിടുന്ന് മഞ്ചേരി കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അവർ അവിടുന്ന് ആംബുലൻസ് വിളിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ മഞ്ചേരി എത്തിയപ്പോൾ അവിടുന്ന് കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അവർ ഞങ്ങൾ ആരെയും വെയിറ്റ് ചെയ്തില്ല. അവർ കറക്റ്റ് സമയത്ത് അവിടെ
കോളേജിൽ എത്തിച്ചു. അച്ഛൻ ഇഞ്ചക്ഷൻ എടുത്തു. അവരെന്നെ സൈൻ ചെയ്ത് കൊടുത്തിട്ട്, ഒരാൾ സൈൻ ചെയ്യാൻ വേണം. അപ്പോൾ അച്ഛൻ്റെ അനിയനും ബസ്സിൽ അവിടെ എത്തുന്നുള്ളൂ, ഞങ്ങളും അവിടെ എത്തുന്നുള്ളൂ. പക്ഷെ അവർ ഞങ്ങളെന്നും വെയിറ്റ് ചെയ്തില്ല. അവർ സൈൻ ചെയ്ത് അച്ഛൻ ഐസിയിൽ കയറ്റി. അച്ഛൻ ആ ഇഞ്ചക്ഷൻ കൊടുത്തതിന് അവരോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ ഒരുപാട് നന്ദി ഞങ്ങൾ അവരോട് പറയുകയാണ്. പിന്നെ എന്താ പറയുക, പിന്നെ അമ്മേനെ അറിയിക്കണമല്ലോ. അച്ഛൻ അവിടെ അഡ്മിറ്റ് ആക്കി. പിന്നെ ഞാൻ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ അതൊന്നും അറിഞ്ഞിട്ടില്ല, അനിയത്തിമാരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അമ്മേനോട് ഞാൻ കാര്യം പറഞ്ഞു. അച്ഛനിങ്ങനെ പ്രഷർ കൂടി എന്താ ഹോസ്പിറ്റലിലാണ്, അമ്മ ഇങ്ങോട്ട് വായോ, കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വായോ വെച്ചപ്പോൾ മഞ്ചേരിയാണോ വെച്ചു. മഞ്ചേരിയല്ല, കോഴിക്കോടാണ്. അമ്മ ടെൻഷൻ ആവണ്ട, അച്ഛനെ ഞാൻ കയറി കണ്ടു, അച്ഛന് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ സംസാരിക്കുന്നുണ്ട്, പ്രഷർ കൂടിയതാണ് എന്നിട്ട് പിന്നെ അമ്മ ഞങ്ങളവിടെ ഒരു 12:30 ആയപ്പോഴാണ് എത്തിയത്. അമ്മ എത്തുമ്പോഴേക്കൊരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അമ്മയും ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു മാമനും കൂടെ അവർ ബസ്സിന് വന്നു കേട്ടോ. പിന്നെ ഒരു 3-4 ദിവസം മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ 5 ദിവസം അവിടുന്ന് വീഡിയോ എടുക്കുക എന്നുള്ളൊരു കാര്യമൊന്നും എൻ്റെ മൈൻഡിലില്ലായിരുന്നു കേട്ടോ. പിന്നെ അച്ഛനെ അമ്മയും കയറി കണ്ടു. അച്ഛനോട് അമ്മയുടെ അച്ഛൻ സംസാരിച്ചു. എനിക്ക് കൈയും കാലും അനക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സിസ്റ്റേഴ്സും ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു, ഈ മരുന്ന് കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, 6 മണിക്കൂർ ആ മരുന്ന് പ്രോപ്പറായിട്ട് കയറട്ടെ, കഴിയുമ്പോഴത്തേക്ക് ആൾ ഓക്കെ ആവും, ടെൻഷൻ അടിക്കണ്ട, പുറത്തിറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് അമ്മേനെയും പുറത്തിറക്കി. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഹോസ്പിറ്റലിൽ മോൻ അഡ്മിറ്റ്, അവിടെ അമ്മയുടെ കൂടെ നിൽക്കാനും ആരുമില്ല. എന്താ പറയുക, അവിടെ 3 പേര് എന്തായാലും നിൽക്കണം. 2 പേര് ഐസിയുടെ മുന്നിൽ നിൽക്കണം, ഒരാൾ അവിടെ ഇങ്ങനെ ഓടി കറങ്ങി നടക്കാനും ടെസ്റ്റുകളും കാര്യങ്ങൾക്കൊക്കെ വേണം. അപ്പോൾ എന്ത് ചെയ്യും, അനിയത്തിമാർക്കാണെങ്കിൽ ചെറിയ കുട്ടികൾ, ഒരാൾക്ക് 6 മാസമായിട്ടുള്ളൂ, മറ്റേ കുട്ടിക്ക് 1 വയസ്സാവുന്നേ ഉള്ളൂ. പിന്നെ ഞാനല്ലാതെ വേറെ നിൽക്കാൻ ആരുമില്ല. അമ്മൂട്ടിക്കാണെങ്കിൽ അല്ലേ 10ാം ക്ലാസ്സിലെത്തിയിട്ടില്ല, അവൾക്ക് അവിടെ നിർത്താനും കഴിയില്ല. അപ്പം ഞാനവിടെ നിന്നു കേട്ടോ. ഏട്ടനെ ഞാൻ പറഞ്ഞു വിട്ടു. ഏട്ടനും അനിയത്തിയുടെ ഹസ്ബൻഡും പിന്നെ ചെറിയച്ഛനും എല്ലാവരും കൂടെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും, CT സ്കാന്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ, ഒരുപാട് ഇതുണ്ടല്ലോ അവിടുത്തെ അഡ്മിറ്റിൻ്റെ മെഡിസിൻ കൊടുക്കുന്നതിന് മുന്നേ ഒരുപാട് കടമ്പകളുണ്ടല്ലോ, അതൊക്കെ അവരെ ഓടിപ്പാഞ്ഞ് തീർത്തതിന് ശേഷം ഏട്ടനെ ഞാൻ പറഞ്ഞു വിട്ടു. ഏട്ടനോട് ഞാൻ നിങ്ങൾ പോയിക്കോ, കാരണം ഞാനും നിങ്ങളും കൂടെ അല്ലെങ്കിൽ മക്കൾ അലമ്പാക്കും, ഹോസ്പിറ്റലും കൂടിയല്ലേ. അങ്ങനെ ഏട്ടനെ ഞാൻ അവിടുന്ന് പറഞ്ഞു വിട്ടു, ഇടവണ്ണയ്ക്ക് പറഞ്ഞു വിട്ടു. ഞാനും അമ്മയും അനിയത്തിയുടെ ഹസ്ബൻഡും ഫസ്റ്റ് ഡേ അവിടെ നിന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് അച്ഛനെ ഡ്രസ്സ് മാറ്റിക്കാൻ വേണ്ടി നമ്മൾ ഉള്ളിലേക്ക് ഐസിലേക്ക് കയറ്റിയ സമയത്ത് ഞങ്ങൾ 3 പേർക്കും കയറേണ്ടി വന്നിട്ട്. കാരണം ആദ്യം അമ്മ കയറി, പിന്നെ എന്നെ വിളിച്ചു. എനിക്ക് അമ്മയ്ക്ക് കൂടിയും കഴിയാത്തപ്പോൾ പിന്നെ അനിയനെയും വിളിച്ചു. കാരണം അച്ഛനെ താങ്ങി പിടിച്ച് അച്ഛൻ്റെ ഡ്രസ്സൊക്കെ മാറ്റുമ്പോൾ സത്യം പറയാൻ വല്ലാത്തൊരു വിഷമവും അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി അവർ മരുന്ന് കൊടുത്തു, ഭക്ഷണമാണെങ്കിൽ ഞങ്ങൾ വാരി കൊടുത്തു. പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴേക്കും അച്ഛൻ ഓക്കെ ആയിട്ടോ. അതന്നെ ഭയങ്കര വലിയ താങ്ക്സ്. കൈ കാലൊക്കെ ആണെങ്കിൽ തുടങ്ങി, അച്ഛനെ പിടിച്ച് നടക്കാനായി തുടങ്ങി, ഭക്ഷണം അച്ഛൻ ഒറ്റയ്ക്ക് കഴിക്കാനായി, അച്ഛൻ സംസാരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ മെഡിസിൻ്റെ കാര്യം കംപ്ലീറ്റ് ആവണമല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നു. വ്യാഴാഴ്ച ഞങ്ങൾ വ്യാഴാഴ്ച അച്ഛന് വയ്യാതായി അഡ്മിറ്റ് ആയിട്ട് തിങ്കളാഴ്ചയാണ് ഞങ്ങൾ ഡിസ്ചാർജ് ആയി പോകുന്നുണ്ട്. അതുവരെ അതിൻ്റെ ഇടയിലൊരു ദിവസം ഞാൻ അവിടുന്ന് പോന്നിട്ട് ഇവിടെ ഡിസ്ചാർജ് ആക്കണമല്ലോ. ഇവിടെ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കേസാണ്, അപ്പോൾ ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഡിസ്ചാർജ് ആയി. കാരണം അമ്മയും 3 മക്കളും അച്ഛനും ഏട്ടനും കൂടി ഇവിടെ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. കാരണം അമ്പാടീൻ്റെ കൂടെ ആരെങ്കിലും വേണ്ടേ. അപ്പോൾ അതും ഭയങ്കര ബുദ്ധിമുട്ട്, അവിടെ നിന്നും പോരാൻ പറ്റാത്തൊരവസ്ഥ, വല്ലാത്തൊരവസ്ഥയിൽ കൂടെ സഞ്ചരിക്കുക എന്ന് പറയില്ലേ. പിന്നെ അവിടെ ഡിസ്ചാർജ് ആക്കിയിട്ട് അവരുടെ ഏട്ടൻ്റെ വീട്ടിൽ തന്നെ, തറവാട്ടിൽ തന്നെ അവരെ ആക്കിയിട്ട് ഞാനും ഏട്ടനും വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് തന്നെ പോയി. പിന്നെ 2 ദിവസം ഞങ്ങൾ അവിടെ നിന്നു. അപ്പോൾ പിന്നെ അച്ഛൻ ഓക്കെ ആയിട്ടോ. പിന്നെ അച്ഛൻ എന്താ പറയുക, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളവിടെ പുറത്തിരിക്കുക എന്നല്ലാതെ അച്ഛൻ ഓക്കെ ആയി. അതിന് ഭയങ്കര എന്താ പറയുക, ദൈവത്തിനോട് എത്ര പറഞ്ഞാലും മതിയാവാത്ത അത്രയും താങ്ക്സ് ആണ് കേട്ടോ. കാരണം ഇടാത്ത വഴിപാടുകളില്ല. അച്ഛനൊക്കെ ഒരു ഭാഗം തളർന്ന് കിടക്കുക, അല്ലെങ്കിൽ അച്ഛനെന്തെങ്കിലും പറ്റുകയെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞങ്ങൾ 4 പെൺകുട്ടികളാണ്. ഞങ്ങൾ 4 പേരെ അച്ഛൻ വളർത്തിയതും അച്ഛൻ്റെ സാഹചര്യങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്താ പറയുക, ഞങ്ങൾ 3 പേരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അച്ഛന് വയ്യാതൊരു ഭാഗത്ത് ഇരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ചിന്തിക്കാനേ കഴിയില്ല. അച്ഛനതൊട്ടും കഴിയില്ല കേട്ടോ. എങ്കിലും അച്ഛന് ഫുഡ് കൊടുക്കാനും ഡ്രസ്സ് മാറ്റാനൊക്കെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അച്ഛൻ പണിക്ക് എന്നാ പോകാൻ പറ്റാവല്ലേ, പണിക്ക് എന്നാ പോകാൻ പറ്റില്ല, ഇത് മാത്രമേ അച്ഛന് പറയാനുള്ളൂ കേട്ടോ. കാരണം അച്ഛൻ അമ്പലം പണിക്ക് പോയതായിരുന്നു, അപ്പോൾ അത് തീർത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ ആദ്യം പിന്നെ ഞങ്ങൾ ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു, നന്നായിട്ട് റെസ്റ്റ് വേണം, അങ്ങനെ തലച്ചോറിൻ്റെ ഇടത് ഭാഗത്ത് ചെറിയൊരു ബ്ലഡ് കട്ടിയായി നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് സ്ട്രോക്ക് വന്നത്. അപ്പോൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, ഭാരപ്പെട്ട ജോലികൾ എടുക്കരുത്. അങ്ങനെ ഡോക്ടർ കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു തന്നു കേട്ടോ. തിങ്കളാഴ്ച നമ്മൾ അച്ഛനെ വൈകിട്ട് ഡിസ്ചാർജ് ആക്കി. അപ്പോൾ അനിയനും ഏട്ടനും കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നു.
ഞാനും അമ്മയും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ അച്ഛൻ്റെ അനിയൻ വന്നു നിന്നു, അമ്മയുടെ ആങ്ങളമാർ വന്നു. അങ്ങനെ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും വന്നു കണ്ടു. തിങ്കളാഴ്ച വൈകിട്ടായപ്പോൾ ഞങ്ങളെ ഡിസ്ചാർജ് ആക്കി നമ്മൾ അച്ഛനെയും അമ്മേനെയും മേലാറ്റൂർ വീട്ടിലാക്കിയതിന് ശേഷം രാത്രി 10 മണിയായപ്പോഴാണ് ഞാൻ ഇവിടെ എത്തിയത് കേട്ടോ. അപ്പം എത്തിയതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ ഫുള്ള് ക്ലീനിങ്, കാരണം ഹോസ്പിറ്റൽ കേസ് നമുക്ക് അച്ഛൻ്റെതിന് മുന്നേ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ മൊത്തം ക്ലീനിങ്ങും കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം എനിക്ക് വന്ന കമൻസുകൾ, മെസ്സേജുകൾ, എവിടെയാ ചേച്ചി, എന്ത് പറ്റി, കുട്ടികൾക്ക് സുഖമായിട്ടില്ലേ, എന്താ ചേച്ചി വീഡിയോസ് ഇടാത്തത്, ചേച്ചിയുടെ വീഡിയോസ് വെയിറ്റ് ചെയ്യാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമൻസും മെസ്സേജും വന്നപ്പോൾ എനിക്ക് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം അച്ഛൻ്റെ വയ്യായി മറ്റുള്ളവരെ അറിയിക്കാമെന്ന് അങ്ങനത്തെ ഒരു കാര്യം എൻ്റെ മനസ്സിലില്ല കേട്ടോ. പക്ഷെ എനിക്ക് വന്ന മെസ്സേജുകൾ, എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് കുറച്ച് ദിവസം വീഡിയോസ് കാണാത്തപ്പോൾ എന്നെ അന്വേഷിക്കാനും എൻ്റെ കാര്യങ്ങൾ ചോദിക്കാനും ഞാൻ കാണാത്ത കുറച്ച് ആൾക്കാർ എനിക്കുണ്ടല്ലോ. അതിൽ ഞാൻ ഒരുപാട് താങ്ക്സ് എനിക്കുണ്ട് കേട്ടോ. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് കുടുംബത്തിൽ നിന്നും വരും, അല്ലെങ്കിലും വരും. എന്തിനാപ്പോൾ ഇതൊക്കെ കൂടെ ഇതിൽ പറയണമെന്ന് എന്നോട് ചോദിക്കും. പക്ഷെ ഞാൻ അതൊന്നുമല്ല ഞാൻ ചിന്തിച്ച്. കാരണം എനിക്ക് വന്ന കമൻസുകൾ, മെസ്സേജുകൾ, ചേച്ചിയുടെ വീഡിയോ കാണാത്തത് എന്താ, കുട്ടികൾക്ക് സുഖമായില്ല, എല്ലാവരും വിചാരിച്ചത് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലുള്ള ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണെങ്കിലും എവിടെയാണ്, അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് കുട്ടികൾക്ക് സുഖമില്ലാഞ്ഞിട്ട് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയോ എന്നാണ് എല്ലാവരും വിചാരിച്ചത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത്ര ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ കാരണമായിരുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ ഞാൻ സത്യം പറയാം, നമ്മൾ കാണാത്ത, ഞാൻ അറിയാത്ത എവിടെയോ കിടക്കുന്ന ആൾക്കാർ എൻ്റെ വിഷമങ്ങൾ ചേച്ചി എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ, നമുക്ക് ആൾക്കാരുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്താ പറയുക, അച്ഛൻ ഓക്കെയാണ്. അച്ഛനൊരു കറക്റ്റായിട്ട് 2-3 മാസം പ്രോപ്പർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വലിയ ഭാരമുള്ള ജോലികൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോലികൾ ചെയ്തിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഞങ്ങൾ മക്കൾ നോക്കിയാലും വേണ്ടില്ല, ഞങ്ങൾക്ക് അച്ഛൻ വേണം. ഞങ്ങൾക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അച്ഛൻ അമ്മ എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് അവർ 2 പേരും അവിടെ വേണം. അത്ര ഞങ്ങൾ മൈൻഡുള്ളൂ. അതുതന്നെയാണ് ഞങ്ങളുടെ ഏട്ടന്മാർക്കാണെങ്കിലും എല്ലാം അത് തന്നെയുള്ളൂ കേട്ടോ. ഞങ്ങൾ എന്താ പറയുക, അച്ഛനും അമ്മയില്ലാതെ ഞങ്ങൾക്കത് ചിന്തിക്കാനേ വയ്യ. അപ്പോൾ അച്ഛനോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും കാലം അച്ഛൻ പണിയെടുത്തു, 54 വയസ്സ് വരെ അച്ഛന് കഷ്ടപ്പെട്ട് രാവും പകലും ഇല്ലാതെ ഞങ്ങളെ മക്കളെ പഠിപ്പിച്ചു, ഞങ്ങളുടെ നല്ല വിദ്യാഭ്യാസം ഞങ്ങൾക്ക് തന്നു. എന്താ പറയുക, ഞങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിട്ടു. ഞങ്ങളെ മക്കളെ കാര്യങ്ങളൊക്കെ അച്ഛന് കറക്റ്റ് കാര്യങ്ങൾ അച്ഛൻ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യത്തിന് മറ്റുള്ളവരുടെ കയ്യിൽ മറ്റുള്ളവരുടെ മുന്നിൽ അച്ഛൻ കൈ നീട്ടിയിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതുവരെ അച്ഛൻ പണി ചെയ്തു, അച്ഛൻ ഞങ്ങളെ നോക്കി. അപ്പോൾ ഇനി അതുപോലെ ഭാരപ്പെട്ട ജോലികളൊന്നും ചെയ്യാമെന്ന് അച്ഛൻ വിചാരിക്കേണ്ട. ഞങ്ങൾ മക്കളെ നോക്കിയാലും വേണ്ടില്ല, അച്ഛനെ ഞങ്ങൾക്ക് വേണമെന്ന് മാത്രം അച്ഛനോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അത്ര ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോന്നിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇനി വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അച്ഛനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അച്ഛൻ ഓക്കെയാണ്. ഇനി വേറെന്താ പറയുക, ഇനി മാക്സിമം ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കും. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ.